ഹായ്, ഗുഡ് മോർണിംഗ് ഡിയേഴ്സ്. തിരക്കോട് തിരക്ക്, എന്തൊരു തിരക്ക്. സത്യം പറഞ്ഞാലുണ്ടല്ലോ, സമാധാനമായിട്ടൊന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് എത്ര ദിവസമായെന്നറിയാമോ? ഓട്ടമാണ്. അപ്പോൾ ഇന്നും അതുപോലെ തന്നെ പതിവ് പോലെ നാടകങ്ങളൊക്കെ കഴിഞ്ഞ് 9 മണിയായി ഡ്രസ്സ് ചെയ്തിറങ്ങാൻ നോക്കുമ്പോൾ ഭയങ്കര വയറുവേദന. അപ്പോഴാണ് മനസ്സിലായത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. അപ്പോൾ ഒരു തരത്തിൽ ഈ തിരക്ക് ഞാൻ ആസ്വദിക്കുകയാണ്. കാരണം ഇത് വല്ലാത്തൊരു അനുഗ്രഹമാണ്, എന്നെ സംബന്ധിച്ച് വല്ലാത്തൊരു അനുഗ്രഹമാണ്. ആധികൾ അകറ്റാം, ആയുസ് കൂട്ടാം, വ്യഥകൾ മാറ്റിവെക്കാം, ജീവിതം പുനരെടുക്കാം. അതാണ് ഈ തിരക്കുകൾ കൊണ്ടുള്ള പ്രയോജനം. അപ്പോൾ അങ്ങനെയുള്ളൊരു തിരക്കായിരുന്നു ഇന്ന്. 9 മണിയായപ്പോൾ വയറുവേദന എടുക്കുന്നു. പിന്നെ പെട്ടെന്ന് തട്ടിക്കൂട്ടിയൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി. തട്ടിക്കൂട്ട് അതൊരു മിടുക്കാണ് കേട്ടോ. ഈ തട്ടിക്കൂട്ടും ഒരു കലയാണ്. അതൊക്കെ നമ്മൾ ആസ്വദിക്കുന്നു. ഈ ജീവിതത്തിൻ്റെ തിരക്കിനിടയിൽ ഇത്തരം തട്ടിക്കൂട്ടുകളും എല്ലാം നമ്മൾ ആസ്വദിക്കുകയാണ്. പിന്നെ എനിക്ക് അതോടൊപ്പം നിങ്ങളോട് പറയാനുള്ളത്, ഈ വീഡിയോ ചെയ്യാൻ കാരണം വെച്ചാൽ അതോട് എനിക്ക് പറയാനുള്ളത്, ഈ വയറെന്ന് പറഞ്ഞ നിസ്സാര പുള്ളിയല്ല കേട്ടോ. എൻ്റെ പൊന്നെ, ജീവിതം കട്ടപ്പുകയാക്കും, ജീവിതം കട്ടപ്പുകയാക്കും. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും സമയത്ത് ഭക്ഷണം കഴിക്കുക, ആരോഗ്യം നോക്കുക. തീർച്ചയായും ഹെൽത്ത് ഈസ് വെൽത്ത് എന്നല്ലേ പറയണം. ആരോഗ്യം ഇല്ലെങ്കിൽ നമുക്കൊന്നും സാധിക്കില്ല. ഈ തിരക്കുകളൊന്നും നമുക്ക് ആസ്വദിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മുടെ ജീവിതം മാറ്റിവെക്കാനോ സാധിക്കില്ല. അപ്പോൾ ഹെൽത്ത് ഈസ് വെൽത്ത്. വയറേ അതൊരു പ്രശ്നം തന്നെയാണ്. അയ്യോ, എത്ര തിരക്കുണ്ടെങ്കിലും സമയത്ത് ഭക്ഷണം കഴിക്കുക, ആവശ്യത്തിന് വിശ്രമിക്കുക. തീർച്ചയായും ഒരു 7 മണിക്കൂറെങ്കിലും മിനിമം ഉറങ്ങണം. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇങ്ങനെ ധൃതിയിൽ ഭക്ഷണം കഴിക്കുമ്പോൾ അപകടം ഉറപ്പാണ്. ധൃതിയിൽ വെള്ളം കുടിക്കുമ്പോൾ തൊണ്ടയിൽ വെള്ളം കുടുങ്ങി എത്ര പേര് മരിച്ചിരിക്കുന്നു. തൊണ്ടയിൽ ഗുളിക കുടുങ്ങി. എന്നാൽ ഭക്ഷണമൊന്നും കഴിക്കണ്ട, എന്നാൽ വിറ്റാമിൻ ഗുളിക വല്ലതും വിഴുങ്ങാമെന്ന് വിചാരിച്ച് വൈറ്റമിൻ ഗുളിക തൊണ്ടയിൽ വിഴുങ്ങി കുടുങ്ങിയിട്ട് എത്ര പേർ മരിച്ചിരിക്കുന്നു. അപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണത്തോടൊരു ആദരവും സ്നേഹവും എല്ലാം കാണിച്ചുകൊണ്ട് ആസ്വദിച്ച് കഴിക്കുക, ജീവിതവും ആസ്വദിക്കുക. ഹാവ് എ നൈസ് ഡേ. ബൈ. തിരക്കുകൾ ജീവിതത്തിൻ്റെ ഭാഗമാകട്ടെ. ജീവിതയാത്രയിൽ അത് അത്യാവശ്യമാണ്. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ഗ്ലോറി മാത്യു. എൻജോയ് ദ ഡേ, എൻജോയ് ദ ടൈം ആൻഡ് എൻജോയ് യുവർ ലൈഫ് ടു. ബൈ.